ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊക്കെ മഴ വരുന്നുണ്ട്, എന്നാലും നനയാനുള്ളതൊന്നുമില്ല, ചാറ്റൽ മഴയുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണേട്ടൻ മുന്നിൽ പോയിട്ടുണ്ട്, കാരണം അവിടെ നടടയ്ക്കുമ്പോഴേക്ക് എത്തണം. അപ്പോൾ അതുകൊണ്ട് മുൻപിൽ നടന്നു. ഞാൻ കൂടെ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ കുട എടുത്തുകൊണ്ട് ഇനി കുറച്ചങ്ങോട്ട് എത്തിയിട്ട് മഴ ശക്തമായി പെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നടന്നു പോകാനുള്ള അത്ര ദൂരമേ ഉള്ളൂ. 10 മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ അമ്പലത്തേക്ക്. അപ്പോൾ നമുക്ക് ക്രോസൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ അത്രയും ദൂരമില്ല. 2-3 വഴി കൂടെ നമുക്ക് അമ്പലത്തിലേക്ക് എത്താൻ പറ്റും കേട്ടോ. നമ്മുടെ അടുത്തുള്ള പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ദേവീക്ഷേത്രം തന്നെയാണ്. അവിടേക്കാണ് തൊഴാൻ പോണത്. അവിടെ ഇടയ്ക്കൊക്കെയാണ് പൂജ ഉണ്ടാവുള്ളൂ. ദിവസം വിളക്ക് വയ്ക്കും. തൊഴാനുള്ളവർക്ക് പോയി തൊഴാം, അത്രയേ ഉള്ളൂ. പൂജ ഉണ്ടാവില്ല. അപ്പോൾ മാസത്തിൽ കമ്മിറ്റീൻ്റെ വക പൂജ ഉണ്ട്. പിന്നെ നമ്മൾ ആൾക്കാർ ഭക്തജനങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ആ പൂജകളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇന്ന് ഞങ്ങളുടെ തറവാട്ടിലത്തെ പൂജയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും നേരത്തെ തന്നെ പോകാൻ തീരുമാനിച്ചത്. സ്തുതി അമ്മ നടന്നോളൂ, ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പിന്നീട് വരുന്നുണ്ട്. ഇന്ന് കുറച്ച് അധികം പേരൊക്കെ ഉണ്ടാവും കേട്ടോ അമ്പലത്തിൽ. സാധാരണ തൊഴാൻ അത്ര അധികം പേരൊന്നും ഉണ്ടാവാറില്ല, കാരണം 7:30 ആകുമ്പോഴേക്ക് നട അടയ്ക്കും. അതുകൊണ്ട് അപ്പോൾ കുറച്ച് പേരെ ഉണ്ടാവാറുള്ളൂ. ഇന്നിപ്പോൾ പൂജ ചെയ്തുകൊണ്ട് 8 മണി വരെ ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ ഉണ്ടാവും. ചെറിയ ചാറ്റൽ മഴ ഉണ്ട്, പക്ഷേ എന്നാലും നമുക്കത് ഫീൽ ചെയ്യാൻ മാത്രമൊന്നുമില്ല. ചെറുതായിട്ടേ ഉള്ളൂ. അത് കൊണ്ടുവച്ചിട്ടും കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്കുള്ളതേ ഉള്ളൂ. നനയാൻ മാത്രമൊന്നും പെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് 2-3 വഴി കൂടെ നമുക്ക് അവിടെ എത്താം കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ റോഡിന് തന്നെ പോന്നിട്ടാണ്. മറ്റേ തോട്ടത്തിൽ കൂടെയൊക്കെ ക്രോസ് ചെയ്താലും പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ റോഡിനാണ് ഇപ്പോൾ പോകുന്നത്. ഇനിയിപ്പോൾ അവിടെയൊക്കെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ആകെ നനയേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ക്ഷേത്രം നിൽക്കണ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഭഗവതി ക്ഷേത്രം നിൽക്കുന്നത് ഒരു ഉയർന്ന സ്ഥലത്താണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് അമ്പലം നിൽക്കുന്നത്. ദേവികളൊക്കെ നല്ല കുന്നിൻ്റെ താഴ്വര പോലെ അല്ലെങ്കിൽ കുന്നിൻ്റെ പ്രദേശം പോലുള്ള സ്ഥലത്താണ് അധികം ദേവീക്ഷേത്രങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇത് പുതിയതായിട്ടിപ്പോൾ വരുന്നതാണ്. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു സന്നിധി തന്നെയാണിത്. അപ്പോൾ ഇത് ഇപ്പോൾ പുനഃപ്രതിഷ്ഠയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പുതുതായി അമ്പലം കയറ്റിയിട്ടൊക്കെ വേണം അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പൂജാവിധികളൊക്കെ ഇതിനു മുമ്പേ നടത്തി ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബാലാലയ പ്രതിഷ്ഠയിലാണ് വെച്ചിട്ടുള്ളത്. ശക്തിസ്വരൂപിണിയായ തിരുമാന്താംകുന്നിലമ്മയുടെ അതേ പ്രതിഷ്ഠ തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഞങ്ങൾ പൂജയൊക്കെ തൊഴുതു. ഇനി പ്രസാദമുണ്ട്. ഇനി കാവിൽ തൊഴണം. ഇത് ഇവിടുത്തെ ചോലയാണ് കേട്ടോ. ഇനി ഇത് വൃത്തിയാക്കി വിസ്താരമൊക്കെ കൂട്ടുമ്പോഴൊക്കെയാണ് അറിയുള്ളൂ ഇത് എത്രത്തോളം ആഴമുണ്ട് എന്നുള്ളതൊക്കെ. ഇതിപ്പോൾ ഇങ്ങനെ തൂർന്നൊക്കെ കിടക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ എത്രണ്ടതിന് വിസ്തൃതി എന്നൊന്നും അറിയാൻ പറ്റില്ല. ഇതിങ്ങനെ നീളത്തിൽ നിൽക്കുന്ന ഒരു ചോലയാണ്. സൈഡ് ഭാഗമൊക്കെ അതിലേക്ക് ഇടിഞ്ഞ് വീണ മാതിരി ഇങ്ങനെ ചെരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു ചതുരത്തിലുള്ള കുളമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആവാൻ സാധ്യത ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ മാത്രമല്ലേ അറിയുള്ളൂ. മണ്ണൊക്കെ നീക്കി വൃത്തിയാക്കി കൊണ്ടുവരുമ്പോൾ മാത്രമാണ് അത് എത്തരത്തിലുള്ളതാണ് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഈ ചോലയ്ക്ക് സമീപമാണ് നാഗപ്രതിഷ്ഠ. അപ്പോൾ സർപ്പക്കാവിലും കൂടെ തൊഴണം. സർപ്പക്കാവ് എപ്പോഴും കാട് പിടിച്ച് കിടക്കുന്നൊരു പ്രദേശമാണല്ലോ. ഉണ്ണേട്ടൻ സർപ്പക്കാവിൽ തൊഴുതു തിരിച്ചു പോരുകയാണ്. ഇനി ഞാൻ സർപ്പക്കാവിൽ തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ചോലയ്ക്ക് സമീപത്ത് തന്നെയാണ്, ചോലേൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് കേട്ടോ സർപ്പക്കാവ് നിൽക്കുന്നത്. അപ്പം അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി. പോയപ്പോൾ കുറേശ്ശെ മഴ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ തിരിച്ച് വന്നപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. വെയിൽ കുറേശ്ശെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു അന്തരീക്ഷമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഡ്യൂട്ടിയിലേക്കൊക്കെ കിടക്കട്ടെ.
ഞാനവിടെ 1-2 പേരെ കണ്ട് സംസാരിച്ച് നിന്നപ്പോൾ ഉണ്ണേട്ടൻ മുന്നിൽ പോകുന്നതാണ്. ഉണ്ണേട്ടൻ വന്നപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി സിറ്റൗട്ടിലിരുന്ന് പേപ്പർ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുക്കളയിൽ കയറണം, പലഹാരം ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കണം, നമ്മുടെ ഡെയിലി റൊട്ടീനിലേക്ക് കിടക്കണം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ചായ വെച്ചു. അത് കഴിഞ്ഞ് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ പരിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ എങ്ങോട്ടെങ്കിലും നമ്മൾ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ അന്ന് ഭയങ്കര ധൃതിയാവും നമുക്ക് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ. ഇത് പിന്നെ കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകേണ്ടിയിരുന്നു. പക്ഷെ ഞാൻ അമ്പലത്തേക്ക് കുളി കഴിഞ്ഞ് അങ്ങനെ പുറപ്പെട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ ഇന്ന് തിരക്കില്ലാത്തൊരു ദിവസം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അമ്പലത്തിൽ നിന്ന് വരെ ഇത്തിരി വൈകിയതാണ് പ്രശ്നമായത്. പിന്നെ മാവ് ആട്ടിയിട്ട് വേണം ഇന്ന് ദോശ ഉണ്ടാക്കാൻ. അപ്പം നീർദോശയ്ക്കുള്ള അരിയാണ് ഇപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടത്, അരച്ചെടുക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ തിരക്കുകളാണ്. ഇതിപ്പോൾ മാവ് നല്ല റെഡിയാക്കി വെച്ച മാവാണെങ്കിൽ എളുപ്പമുണ്ട്, ദോശ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അരി അരയ്ക്കേണ്ട പ്രയാസമേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നീർദോശയാണ് കേട്ടോ രാവിലത്തെ പലഹാരം. അപ്പോൾ അതിന് ഞാൻ ഇന്നലെ രാത്രി അരി വെള്ളത്തിലിട്ട് വെച്ചതാണ്. പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് അരച്ചെടുക്കണം, എന്നിട്ട് വേണം ദോശ ചുടാൻ. എളുപ്പമാണ്, അരി അരച്ചെടുക്കേണ്ട താമസം. ചട്ടിയിലിട്ട് കലക്കി അങ്ങോട്ട് ഒഴിക്കുക. കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടിയ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. ലൂസാക്കിയിട്ട് ചട്ടിയിലേക്ക് കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ദോശ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് അരിമാവ് അരച്ചെടുക്കട്ടെ. രാത്രി ഇട്ട് വെച്ചുകൊണ്ട് നന്നായി കുതിർന്നിട്ടുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ചുട്ടെടുക്കാനും പറ്റും, ഒരുപാട് പ്രയാസമൊന്നുമില്ല. അപ്പോൾ പാലും കൂടെ തിളപ്പിച്ച് വെക്കട്ടെ. എന്നിട്ട് ദോശ ചുട്ടെടുക്കാം. ചായ ആയിട്ടുണ്ട്. അപ്പോൾ പാലും കൂടെ ആയാൽ വേഗം എല്ലാവർക്കും ഓരോ ഗ്ലാസ് ചായ കൊടുക്കാമല്ലോ, വേണ്ടവർക്കൊക്കെ കുടിക്കാമല്ലോ. അപ്പോൾ വേഗം ഇതൊക്കെ ചെയ്തെടുക്കട്ടെ. കറിക്കുള്ളതും കൂടെ നോക്കട്ടെ. സാമ്പാർ കൊണ്ടായി വെച്ചാൽ വേണ്ടവർക്ക് ദോശയ്ക്ക് കഴിക്കാം, ബാക്കിയുള്ളത് ഉച്ചയ്ക്ക് നമുക്ക് ഊണിന് എടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാ പണിയും രാവിലെ പെട്ടെന്ന് ചെയ്ത് തീർക്കട്ടെ. രാവിലെ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിയാലാണ് പെട്ടെന്ന് ആയി കിട്ടുള്ളൂ. പരിപ്പൊക്കെ വിസിൽ വന്നിട്ടുണ്ട്. 2-3 വിസിലൊക്കെ വന്നാൽ മതി. അപ്പോഴേക്ക് പരിപ്പൊക്കെ വെന്ത് റെഡിയാവും. അപ്പോൾ അതൊന്ന് ഓഫാക്കി വെച്ചിട്ട് ഒന്ന് തണുക്കട്ടെ. ഉടച്ചെടുത്തിട്ട് വേണം കഷ്ണങ്ങളൊക്കെ ചേർക്കാൻ, മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് സാമ്പാറൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. എന്നിട്ട് ഞാൻ അരയ്ക്കാത്ത സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ശ്രുതി ചായ ആയോ എന്ന് ചോദിച്ചു വന്നതാണ്. ആയ വിളിക്കാൻ പറഞ്ഞിട്ട് അവൻ തിരിച്ചു പോയി. നെയ്ക്കുള്ള ചട്നി കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ സാമ്പാറായില്ലെങ്കിലും ആയ ദോശ വേണ്ടവർക്ക് കൊടുക്കാമല്ലോ. ചട്നിയൊക്കെ അരച്ചെടുക്കുമ്പോഴേക്ക് സാമ്പാറും ആവും. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. കിഴങ്ങും മുരിങ്ങക്കായി, വെണ്ടയ്ക്കയും തക്കാളി, സവോളയും ചെറിയ ഉള്ളി ഇത്രയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദോശയ്ക്ക് ചട്ടിയൊക്കെ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പരത്തണ ദോശയല്ല, നീർദോശ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. നമ്മൾ വീശി ഒഴിക്കുക. അങ്ങനെയാകുമ്പോഴാണ് നല്ല കനം കുറഞ്ഞ ദോശയായിട്ട് കിട്ടുക. ഇത് പേപ്പർ പോലെയാണ് ദോശ, തീരെ കട്ടിയുണ്ടാവില്ല. അങ്ങനെ നിറയെ ഡോട്ടായിട്ട് നിൽക്കുകയും ചെയ്യും ദോശയ്ക്ക് മുകളിൽ. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. ദോശയും കുറച്ചൊക്കെ ചുട്ട് വെച്ചു. അപ്പോൾ ഞാൻ പലഹാരം കഴിക്കാൻ അപ്പോഴേക്ക് വേണ്ടിയിട്ടുള്ള ചായ രണ്ടാമത് ഉണ്ടാക്കി. ആദ്യത്തെ ചായ എല്ലാവർക്കും ഓരോ ഗ്ലാസ് കൊടുത്ത് അവർ കുടിച്ചു. നമ്മുടെ ചട്ടണി റെഡി ആയിട്ടുണ്ട്. സാമ്പാറും റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും ചായയും നീർദോശയും കൊടുക്കണം.
മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.